അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്ആർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അജ്മീറിലേക്കുള്ള ഒരു യാത്രയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. കൃത്യം 9:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ മംഗള എക്സ്പ്രസ് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അഹമ്മദാബാദും ആഗ്രയും അജ്മീറും അതുപോലെ ഈ ഒരു പ്രാവശ്യത്തിന് മുമ്പേ അടക്കമുള്ള ഒരുപാട് ദർഗകൾ ഉൾപ്പെടുന്ന ഒരു സിയാറത്ത് കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ ഒരു യാത്രക്ക് തുടക്കം കുറിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കിക്കാരായ ഒരുപാട് ആളുകൾ ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മോടൊപ്പം അജ്മീറിലേക്കും അതുപോലെ മറ്റുള്ള കാഴ്ച സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരു യാത്ര നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു അല്പസമയത്തിനുള്ളിലായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അത് വന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആളുകളൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റും. ഓരോ യാത്രകളിലും ഓരോ പുതുമുഖങ്ങളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്ക് പോകാനുള്ള വണ്ടി ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സ്റ്റോപ്പ് നോക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇവിടുന്ന് നിസ്കരിക്കാനുള്ളവർക്ക് നിസ്കരിച്ചിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കണ്ടിന്യൂയായിട്ട് യാത്ര മുന്നോട്ടുണ്ടാവുക. ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് നീണ്ട 2.5 ദിവസത്തെ യാത്ര അല്ലേ. ഒന്ന് മാസ്ക് നോക്കും. അങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തിന്റെ തണുപ്പുണ്ടോ? നല്ല തണുപ്പായിരുന്നു, അതിശക്തമായ തണുപ്പല്ലേ. അപ്പൊ രണ്ടാള് രാവിലെ തന്നെ എനിക്ക് മാറ്റി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയി നിന്നിട്ടുണ്ട്. 2 ദിവസത്തെ ദീർഘമായ യാത്രക്ക് ശേഷമാണ് വീണ്ടും ക്യാമറ ഇവിടെ ഓൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം അറിയാലോ, എല്ലാ ദിവസവും നമ്മൾ ഓരോത്തെ വീഡിയോസ് കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്നുള്ള ഉദ്ദേശത്തില് നാട്ടിൽ നിന്ന് പുറപ്പെട്ട വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മള് മംഗലാപുരത്ത് നിന്നല്ല കേറുന്ന ചെറിയൊരു വിഷ്വൽസ് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ദീർഘമായ 2 ദിവസത്തെ യാത്രയായിരുന്നു. ഇന്നിപ്പോ അൽഹംദുലില്ലാഹ് ഏകദേശം നമ്മള് ആഗ്രയിലേക്ക് എത്താൻ വേണ്ടി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊപ്പമുള്ള ആൾക്കാരൊക്കെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഫ്രഷായി ഇരിക്കുന്ന ഒരു സമയമാണ്. നാസ്തന്റെ വീഡിയോകളൊക്കെ നേരത്തെ കണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ കൃത്യം 10 മണിയാകുമ്പോഴേക്കും ഏകദേശം ആഗ്രയിലേക്ക് നമ്മൾ എത്തും. അസാധ്യമായ തണുപ്പാണല്ലേ. മുഖം കാണിച്ചു കൊടുക്കുക. അപ്പൊ തണുപ്പ് എങ്ങനെയുണ്ട്? അല്ല, നല്ല തണുപ്പാണ്. നമ്മൾ സാധാരണയിൽ വരുന്നതിനേക്കാളും എത്രയോ ഓവർ തണുപ്പായിട്ടാണ്. അപ്പൊ നല്ല അതിശക്തമായ തണുപ്പുണ്ട്. അപ്പൊ കാലില് സോക്സും സ്വട്ടറൊക്കെ ഇട്ടിട്ടായിരുന്നു ഇതുവരെ എല്ലാവരും ഉണ്ടായത്. പ്രിയമുള്ളവർ, നമ്മൾ ആഗ്രയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബസ്സിലേക്ക് പോയിട്ട് അവിടുന്ന് മറ്റുള്ള സിയാറത്തും കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ ആഗ്രയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഒരു ട്രാവലറും അതുപോലെ ഇത് 2 നമ്മളെ ബസ്സുകളാണ് കേട്ടോ. 100 ചില്ലാന ആളുകളുണ്ട്. അപ്പോൾ ഈ 2 വാഹനത്തിലായിട്ടാണ് നമ്മൾ യാത്ര മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഷെയ്ഖിന് ഇവിടെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. എന്താ ഒരുക്കങ്ങളൊക്കെ റെഡിയായോ? എല്ലാം റെഡിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് മറ്റുള്ള ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ യാത്ര ഇവിടുന്ന് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാനൊന്ന് ബസ്സിൽ നിന്ന് പോയി കയറട്ടെ. ആളുകളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് ഉണ്ട്. അല്ലമീന്റെ ട്രാവൽസിന്റെ ആളാണ്, ഹജ്ജ് ഗ്രൂപ്പിന്റെ. പിന്നെ ഒരുപാട് അമീറന്മാരുണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ നമ്മളെ ദ്വീപത്തെ മിസ്ബായിസ്താണ്ട്. അപ്പൊ ഒരുപാട് അമീറന്മാരുണ്ട് നമ്മളൊരു യാത്രയിൽ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല എക്സ്പീരിയൻസും അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് കയറാൻ വേണ്ടി പോകാം. ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ആഗ്രയിലുള്ള ഒരു പ്രസിദ്ധമായ ദർഗയിലേക്കുള്ള ഒരു പോക്കിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നാസർ അഷ്റഫ് ഉസ്താദ്, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മിസ്ബാഹ് ഉസ്താദ്, നമ്മുടെ തിരുനാടിലുള്ള ഷെയ്ഖിന ഉസ്താദുകളൊക്കെ നമ്മുടെ ഈ ഒരു യാത്രയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന ദർഗയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം. ഇവിടെ താജ്മഹലിന്റെ 4 ഭാഗത്തുമുള്ള ബുഖാറയിൽ നിന്ന് വന്ന പിന്നെ ജലാലുദ്ദീൻ ബുഖാരി, അതുപോലെ മറ്റു 3 ആളുകളും താജ്മഹലിന്റെ 4 ഭാഗത്തായിട്ട് ഈ മഹാന്മാരുടെ മക്കാമുകളുണ്ട്. ഇവിടുത്തെ ആഗ്രയിലെ പ്രശസ്തമായ മക്കാമാണ് ജലാലുദ്ദീൻ ബുഖാരി. അവിടെ ഞങ്ങൾ യാത്ര വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞ പോലെ ധാരാളം ദർഗകൾ പരിസരത്തൊക്കെ ഉണ്ട്. അഹമ്മദാബാദിലെയും അജ്മീറിലെയും ഡൽഹിയിലെയും ഇവിടുത്തെ മുഴുവൻ ചരിത്രങ്ങളും റാമത്തുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശദമായ വിവരണങ്ങളും വീഡിയോകളും ഈ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള മുഴുവൻ ചരിത്രങ്ങളും വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തെടുത്ത് നോക്കി കണ്ട് മനസ്സിലാക്കുക എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. هذا الذي من دونه الكون والكون
ഇവിടെ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കവാലിയും നഷീദൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കവാലിയുടെ ചെറിയൊരു കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. सरकारों के काम के लिए जिससे जो काम करते वो पेश किए जाए। ये आपके सहयोग തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ജർക്കിനൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് ഇവരുള്ളത് കേട്ടോ. അപ്പൊ നല്ല മഞ്ഞ് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊടകിൽ അല്ലേ. കൊടകിലുള്ള പോലെ തന്നെ മഞ്ഞൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 12 മണിയാണ്, നട്ടുച്ച സമയമാണ്. അതെ, പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പകലിൻ്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പം നടന്നു പോകാൻ സുഖമായതുകൊണ്ട് ഈ ഒരു റൂട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് പോകാൻ കഴിയുകയും രാവിലെയുള്ള ചെറിയ തണുപ്പുണ്ട്, ആ കുളിർമയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് ശരീരത്തിന് ബോഡിക്ക് ഒരു എനർജി കിട്ടുമെങ്കിൽ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. 2 ദിവസം ട്രെയിനിൽ അതല്ലേ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ബാക്കിൽ നമ്മൾ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട് ബാക്കിൽ. താജ്മഹൽ ഇതിന്റെ നേരെ മുമ്പിലുള്ള പള്ളിയുടെ കാഴ്ചയാണ് അതുവരെ കണ്ടത്. അപ്പൊ ആ പള്ളിയുടെ ബാക്ക് വശമാണ് ഈ കാണുന്നുള്ളത് കേട്ടോ. ഈ പരിസരം മൊത്തം പള്ളിയുടെ ബാക്ക് വശമാണ്, അതിൻ്റെ ഒരു മുനാരാണ്. പിന്നെ ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ ടോയ്ലറ്റും സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീരെ വൃത്തിയില്ല, ഡോറും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ താജ്മഹലിലേക്ക് വരുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇത് ടിക്കറ്റിന്റെ കൗണ്ടറാണ്. ഇവിടെ ഓൺലൈനായിട്ട് എടുക്കുക, അതുപോലെ ബുക്കിംഗ് കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പല നിലക്കും ഉള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു, ഒക്കെ പോയതാണ്. പിന്നെ ഇവിടുന്ന് നേരെ ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ആ കാണുന്നത് എൻട്രൻസിലേക്കുള്ള കൗണ്ടറാണ്. അതായത് ഇവിടുന്ന് ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കുക. ആ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു, താജ്മഹലിലേക്ക് പോകുന്ന വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ പോവുകയാണെങ്കിൽ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള പള്ളിയുടെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ബാക്ക് വശം ഇതിങ്ങനെ സൈഡിൽ കൂടിയാണ് ഇതിലെ ബാക്കിലേക്ക് വരേണ്ടത് കേട്ടോ. മൂത്രയിക്കാനും മറ്റു സൗകര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം, നമുക്ക് അതോടത്ത് നിസ്കരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി. ഓക്കെ, നമ്മൾ താജ്മഹലിന് നേരെ മുമ്പിലുള്ള ഫത്തേപൂർ മസ്ജിദിൽ ഇത്ര നേരം റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അമീർമാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഗ്ര ഫോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. പരിസരമൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു, താജ്മഹലും പരിസരമൊക്കെ കണ്ടു. ഏകദേശം നമ്മൾ നേരെ ആഗ്ര ഫോർട്ടിലേക്ക് പോവാണ്. നമ്മൾ മറ്റുള്ള വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ റെഡിയാണ്. അപ്പൊ നമ്മൾ കയറാൻ വേണ്ടി പോകാം കേട്ടോ. ഇത് രണ്ടാമത് എടുക്കണ്ടല്ലേ. അപ്പൊ ഇത് ഫുള്ളാണ്, ഒരാളവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. 2 ബസ്സുകളിലായിട്ടാണ് നമ്മൾ ആൾക്കാരൊക്കെ ഉള്ളത് കേട്ടോ. ഏകദേശം എല്ലാവരും റെഡിയാണ്. നമ്മൾ പോവാം ഇൻഷാ അല്ലാഹ്. 12 കൊല്ലം കൊണ്ട് 20,000 തൊഴിലാളികൾ പണിയെടുത്തതാണ്. ഷാജഹാൻ തന്റെ ഭാര്യയായ മുംതസിന് വേണ്ടിയിട്ട് തന്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം അവൾക്ക് വേണ്ടി പണിയതാണ്.
ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. കംപ്ലീറ്റ് മാർബിളാണ്. അതേപോലെ തന്നെ ഖുർആന്റെ എഴുത്തുകൾ കുറെ ഉണ്ട്. അതിനുള്ളിൽ താജ്മഹലിന്റെ ഉള്ളിൽ കടന്നു നിൽക്കുകയാണ്. അവിടെ 2 മക്ബറ ഉണ്ട്. അത് അത്ര വലിയ പ്രാധാന്യമുള്ളൊന്നുമില്ല. അപ്പൊ നമ്മളിത് കാണുക എന്താ വെച്ചാൽ പിന്നെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മളെ മുഗൾ രാജാവത്തിൽപ്പെട്ട നമ്മളെ മുസ്ലിം രാജാക്കന്മാര് പണി ചെയ്യിപ്പിച്ചതാണ്. ഇനി നമ്മൾ പോകുന്നത് ആഗ്ര ഫോർട്ടാണ്. ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞാല് മുഗൾ വംശജരായ ആളുകള്, ഷാജഹാനും അതുപോലെ തന്നെ നമ്മളെ ചക്രവർത്തിമാരൊക്കെ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ കേന്ദ്രം ഈ ആഗ്രയായിരുന്നു. ഈ ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞാല് അത് പിന്നെ ഇപ്പത്തെ പിന്നെ പാർലമെന്റ്, അന്നത്തെ ആ കാലഘട്ടത്തിലെ പാർലമെന്റ് ആയിരുന്നു. പിന്നീടാണ് ഡൽഹിയിലേക്ക് അത് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാനും കാശ് വേണം. അപ്പൊ എന്ത് ചെയ്യാ, പറ്റുന്ന ആളുകൾ അതിനുള്ളിൽ പോയാൽ മതി. കൂടുതലൊന്നും കാണാനൊന്നുമില്ല. ഒരു പഴയ കാലത്ത് ഒരു കോട്ട എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് ലാൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മള് 2 ബസ്സിലുള്ള ആളുകളും ഇൻഷാല്ലാ ഇവിടെ ഇറങ്ങിയിട്ട് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി പോകും സാർ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ ഇനി നേരെ റൂമിലേക്കാണ്. എങ്ങനെയുണ്ട് യാത്ര? യാത്രല്ല രണ്ടാമത്തെ ബസ്സാണ് വരുന്നില്ല കേട്ടോ. ഒരു ബസ് ഇറങ്ങി ആൾക്കാരൊക്കെ സിയാറത്തിനും അതുപോലെ മറ്റേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മള് ആഗ്രയുടെ ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ആഗ്ര കോട്ടയുടെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളൊപ്പമുള്ള ആൾക്കാരൊക്കെ ഒരുവിധം എല്ലാവരും ഉള്ളിൽ കയറി കഴിഞ്ഞു. നമ്മുടെ മിസ്ബാഹ് ഉസ്താദ് ഉണ്ട്. ഉസ്താദ്, ആഗ്ര ഫോർട്ടിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക്? ആഗ്ര ഫോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ, ഷാജഹാൻ ചക്രവർത്തിയുടെ ആദ്യത്തെ പിന്നെ ഭരണസിരാ കേന്ദ്രവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും ഒക്കെ ആയിരുന്നു. പിന്നീടാണ് ഇവിടുന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം ഭരണസിരാ കേന്ദ്രം മാറ്റി. നമ്മളെ ചെങ്കോട്ട എന്ന് പറയുന്ന ഡൽഹിയിലെ ഫോർട്ട് അവിടെ മാറ്റിയതല്ലേ. ഇന്നും ആ ചെങ്കോട്ട എന്താണ് പഴയ ആ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ സന്ദർശിക്കണം. അതിന് നമ്മളെ ഫാമിലി സ്ഥാനങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ കണ്ട, ഇപ്പൊ സമയം ഏകദേശം 4 മണിയായി. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ല കാഴ്ചകളുള്ള ഒരു സ്ഥലമായത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളത്തെ കാഴ്ചകൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതുകൊണ്ട് ഇനി വീണ്ടും ആ ഒരു കാഴ്ചകൾ കാണിച്ചിട്ട് എന്താക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മളെ ആളുകളൊക്കെ അതിനുള്ളിൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ റൂമിലേക്കല്ലോ ഉസ്താദ്? അതിന് നമ്മൾ റൂമിലേക്കാണ്. ഇന്ന് നമുക്ക് സിയാറത്തൊന്നുമില്ല അല്ലെ? തണുപ്പാണ് ഇവിടെ. തണുപ്പ്, അതിശക്തമായ തണുപ്പ് ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കൊടകത്ത് ഞാൻ തന്നെ എങ്ങനെ പറയണം, പിന്നെന്തായിരിക്കും അതാ. അപ്പൊ ഇനി നേരെ റൂമിലേക്ക്. അവിടെ പോയിട്ട് ഇൻഷാല്ലാ പറ്റുന്നുണ്ടെങ്കിൽ മജ്‌ലിസൊക്കെ ഉണ്ടാവില്ല രാത്രി? മജ്‌ലിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നാളെ രാവിലെ നമ്മൾ നേരെ ഡൽഹിയിലേക്കാണ്. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഇൻഷാല്ലാ. ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്.